UDFിന്റെ വലിയൊരു വിജയത്തിന് ശേഷം പിന്നീട് കേരളം ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് വേറൊന്നുമല്ല ആരായിരിക്കും അടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത്. വലിയ രീതിയിലുള്ള ചർച്ചകളും അതുപോലെ തന്നെ സപ്പോർട്ടും അണിയറ പ്രവർത്തകരിൽ നിന്ന് കുറെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ പ്രത്യക്ഷമാകുന്നുണ്ട്. എന്തായാലും 3 പേരുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. ഒന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രണ്ടാമത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പിന്നെ രമേശ് ചെന്നിത്തല. അങ്ങനെ 3 പേരുടെ പേരുകൾ നിൽക്കുമ്പോൾ ആർക്കായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യം പറയാൻ കഴിയില്ല. കാരണം 3 പേർക്കും 3 രീതിയിലാണ് ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാനുള്ള സാധ്യതയുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ആദ്യം എടുത്തു പറയേണ്ടത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ വേറെ ആരുമല്ല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയം, അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി, അതുപോലെ തന്നെ കേന്ദ്രവുമായിട്ടുള്ള അല്ലെങ്കിൽ ഹൈക്കമാൻഡുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു നേട്ടം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയ രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് MLA-മാരാണ്, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ആരാകണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ നോക്കുകയാണെങ്കിൽ മിക്ക MLA-മാരുടെയും ഒരു വാക്ക് അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നതും അവർ പറയുന്നതും ഈ KC വേണുഗോപാലിനെയാണ്. കാരണം പല സ്ഥലങ്ങളിലും MLA ആകണമെന്നുള്ള ആഗ്രഹമുള്ള കുറച്ച് പേരെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നതും അല്ലെങ്കിൽ പുതിയ കുറേ ആളുകളെ അവിടെ നിർത്തിയതും പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തിയതും ഈ MLA-മാരോടൊപ്പം ഇടചേർന്ന് നിന്നതും ഒക്കെ KC വേണുഗോപാലാണ്. അദ്ദേഹത്തിന്റെ ഒരു നീക്കപോക്കലുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ടോടു കൂടി നിന്ന് കുറച്ച് പേര് വിജയിച്ച് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പം പ്രതിപക്ഷ നേതാവിനേക്കാളും രമേശ് ചെന്നിത്തലയെക്കാളും ഏറ്റവും കൂടുതൽ MLA-മാരുടെ സപ്പോർട്ട് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മറ്റാരുമല്ല KC വേണുഗോപാലാണെന്ന് തന്നെ കേരള രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഉൾപ്പെടെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം KC വേണുഗോപാലിനെ അത്രയേറെ ആ MLA-മാര് സ്വാധീനിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അവർക്കൊപ്പം നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യം അവർ പറയുന്ന ഒരു പേര് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും KC വേണുഗോപാലാണ്. പക്ഷേ നമുക്ക് MLA-മാരുടെ മാത്രമല്ലല്ലോ, കേരളം ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് കേരള ജനതയും കൂടി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ജനങ്ങൾക്ക് ആരാവണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് എങ്ങനെയാവണം എന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ളത് VD സതീശനാണ്. എന്തായാലും VD സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പിന്തുണ അദ്ദേഹത്തിനുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഈ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള മികച്ച പ്രവർത്തനം സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെയുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ട് മാറ്റിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. UDFിലെ പ്രധാന കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് അദ്ദേഹത്തിന് വലിയൊരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. MN കാരശ്ശേരിയെ പോലുള്ള സാംസ്കാരിക പ്രവർത്തകരും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചുമതല കോൺഗ്രസ് ഹൈക്കമാൻഡിന് വിട്ടിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കുകയും മുസ്ലിം ലീഗിന്റെ വലിയൊരു പിന്തുണ VD സതീശനുണ്ട്. അപ്പം അതിനോടൊപ്പം തന്നെ ജനപിന്തുണയുമുണ്ട്. അങ്ങനെ വലിയൊരു പിന്തുണയുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹം വരണമെന്നാണ്. കാരണം ജനങ്ങളാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു പറ്റം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു പിന്തുണയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വൻ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായിട്ട് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയെല്ലാം രംഗത്തുണ്ട്, VD സതീശൻ ഉൾപ്പെടെ. നിലവിലെ AICC ജനറൽ സെക്രട്ടറിയായുള്ള അദ്ദേഹത്തിന് ഹൈക്കമാൻഡിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള അടുത്ത ബന്ധം വലിയ മുൻതൂക്കം നൽകുന്നതാകുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രധാന ശില്പിയായിട്ട് അദ്ദേഹത്തെ അണികൾ വിശേഷിപ്പിക്കുന്നുണ്ട്. പുതിയ റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ അതിനെ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ വിലയിരുത്തുന്നത് കോൺഗ്രസിന്റെ 63 MLA-മാരിൽ 47 പേരുടെ പിന്തുണ അദ്ദേഹത്തിനാണ് എന്നതാണ്. എന്നാൽ അദ്ദേഹം നിലവിൽ MP ആയതിനാൽ മുഖ്യമന്ത്രിയായാൽ 6 മാസത്തിനകം നിയമസഭയിലേക്ക് ഒരു ബൈ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും നടക്കും. അപ്പൊ അത് വീണ്ടും അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകും. പക്ഷെ ആ ഒരു രീതിയിലേക്ക് ഈ പറയുന്ന KC വേണുഗോപാൽ തീരുമാനം മാറ്റുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. എന്തായാലും സീനിയോറിറ്റിയും ഭരണപരിചയവുമാണ് ചെന്നിത്തലയുടെ പ്രധാന ആയുധം എന്ന് പറയുന്നത്. ജനപിന്തുണയോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിനില്ല. MLA-മാർക്കിടയിലും കുറച്ചു പേർ മാത്രമാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. ജനപിന്തുണ എന്ന് പറയത്തക്ക രീതിയിലുള്ള വലിയ രീതിയിലുള്ളതൊന്നുമില്ല. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുറച്ച് അണികളുണ്ട്.
ഹരിപ്പാട് നിന്ന് 6ാം തവണയും വിജയിച്ച അദ്ദേഹം തനിക്ക് അർഹമായിട്ടുള്ള പരിഗണന ലഭിക്കണമെന്ന നിലപാടിലാണ്. എന്തായാലും തനിക്ക് മുഖ്യമന്ത്രി പദം ലഭിച്ചില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന് അദ്ദേഹം കേന്ദ്ര നിരീക്ഷകരെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിനോടകം തന്നെ വരുന്നുണ്ട്. ഏകദേശം 8 MLA-മാരുടെ പിന്തുണയാണ് അദ്ദേഹത്തിനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു KCയുടെ എത്രയാണെന്ന്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ നോക്കുകയാണെങ്കിൽ ഏകദേശം 8 MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. ഇനി ജനപിന്തുണയും ഏറ്റവും കൂടുതലുള്ളത് VD സതീശനാണ്. പൊതുജനമധ്യത്തിലും UDF ഘടകകക്ഷികൾക്കിടയിലും, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ ഉള്ളവരും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ MLA-മാരുടെ എണ്ണത്തിൽ വേണുഗോപാൽ മുന്നിട്ട് നിൽക്കുന്നത് സതീശൻ ഒരു വെല്ലുവിളിയാകുമെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. എങ്കിലും വലിയ രീതിയിലുള്ള ഒരു മാറ്റം അവിടെ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം മുസ്ലിം ലീഗും ജനപിന്തുണയും ഒക്കെയാണ് അവിടെ VD സതീശനെ തുണയ്ക്കുന്നത്. കാരണം ജനങ്ങൾക്ക് ആവശ്യം, അല്ലെങ്കിൽ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നത്, ജനങ്ങൾ തീരുമാനിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഇതൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ അങ്ങനെയാണ്. പക്ഷേ പല രാജ്യങ്ങളിലും അത്തരം രീതികളിലൊന്നും അല്ല നടക്കുന്നത്. എങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മറ്റുള്ള രീതിയിലുള്ള വലിയ കലാപങ്ങളും പ്രശ്നങ്ങളും ഒന്നും തൽക്കാലമില്ലാത്തത്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ VD സതീശനെ പിന്തുണയ്ക്കുന്ന ജനമുണ്ട്, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗുണ്ട്. അത് VD സതീശന് വലിയൊരു തുണയായിട്ട് മാറാൻ സാധ്യത കൂടുതലാണ്. കേന്ദ്ര നിരീക്ഷകരായിട്ടുള്ള അജയ് മക്കാനും മുകുൽ വാസ്നിക്കും ഓരോ MLA-മാരുമായും ചർച്ച നടത്തി കഴിഞ്ഞു. അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നാളും KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി, KC വരണം എന്ന് പല MLA-മാരും പല അണികളും പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ജനങ്ങളിൽ നിന്ന് ഒരു പിന്തുണ എന്ന നിലയ്ക്ക് ലഭിക്കുന്നത് VD സതീശനാണ്. കാരണം VD സതീശനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുമായിട്ട് അത്രയും ഇടപഴകിയ ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിണറായി സർക്കാരിനോടുള്ള ചോദ്യങ്ങളൊക്കെ അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിച്ചതും അദ്ദേഹം വേണ്ട ആവശ്യങ്ങൾ, ജനങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ പറഞ്ഞതും ഒക്കെ വലിയ രീതിയിൽ തന്നെ ജനം അത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിൽ ഒരു തീപ്പൊരി പ്രസംഗത്തിലൂടെയൊക്കെ ജനങ്ങളുടെ ഹൃദയത്തിലൂടെ ഇടം നേടിയ, അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ അതായത് എപ്പോഴും ജനങ്ങൾക്കിടയിലും ഈ പ്രചാരണ വേളയിലും UDFന്റെ എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളോടൊപ്പം പാർട്ടിക്കൊപ്പം നിന്ന ഒരാള് എന്ന നിലയിൽ VD സതീശനെ ജനം നെഞ്ചിലേറ്റി കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം വരണമെന്നാണ് ഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചാൻസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ആവാനുള്ള സാധ്യത സീനിയോറിറ്റി കൊണ്ട് മാത്രമാണ്. പക്ഷെ ജനങ്ങളുടെ ഒരു പിന്തുണ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലുതായിട്ടില്ല. അപ്പം അവിടെ രമേശ് ചെന്നിത്തല ഒരു പക്ഷേ 3ാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഇനി രമേശ് ചെന്നിത്തല 2ാം സ്ഥാനത്ത് എത്തുകയാണെങ്കിൽ അവിടെ KC പിന്മാറുന്ന ഒരവസ്ഥയാവണം. ഇപ്പോൾ KC വേണുഗോപാൽ ഒരു MP ആണ്, കേന്ദ്രത്തിലെ AICC ജനറൽ സെക്രട്ടറി ആണ്. അപ്പോൾ അദ്ദേഹം വളരെ ബുദ്ധിപൂർവമായിട്ടാണ് ഇത് എടുക്കുന്നത് എങ്കിൽ, അതായത് അദ്ദേഹത്തിന്റെ MP സ്ഥാനം രാജിവെക്കാതെ അദ്ദേഹം വളരെ ബുദ്ധിപൂർവമായിട്ട് തന്നെയാണ് ഇത് കൈക്കൊണ്ട് കേന്ദ്രത്തിലും ഇവിടെയായിട്ട് ഇടപെട്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു കാര്യമായിരിക്കും. അദ്ദേഹം മാറുന്നതോടുകൂടി VD സതീശൻ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയും 2ാം സ്ഥാനത്തേക്ക്, അതായത് 2ാമത് വരുന്നത് രമേശ് ചെന്നിത്തല ആകാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ജനം കാത്തിരിക്കുന്ന ആ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാധ്യതയുള്ളത് VD സതീശനാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ VD സതീശനോടുള്ള ജനങ്ങളുടെ സ്നേഹം, ജനങ്ങൾ നെഞ്ചിലേറ്റിയത് അത് VD സതീശനെ ഗുണം ചെയ്യുമെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ അതിനെ നോക്കിക്കാണുന്നത്. മറുസൈഡിന് അങ്ങനെയല്ല, MLA-മാരുടെ ഭൂരിപക്ഷമാണ് കിട്ടുന്നത് എങ്കിൽ ഒരുപക്ഷെ KC വേണുഗോപാൽ വരാനുള്ള സാധ്യതയും കണക്കിലെടുക്കുന്നുണ്ട്.